എൻ്റെ സീരീസ് ഇഷ്ടപ്പെടുന്നവർ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് എനിക്കറിയാം. ഇതിൽ വേറെയും കാസ്റ്റിംഗ് വരുന്നതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സീരീസ് വരുന്ന സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ ഈ റുബിക്സ് ക്യൂബ് വീണ്ടും എൻ്റെ ശ്രദ്ധയപ്പെട്ടത്. എനിക്ക് 2.5 മിനിറ്റ് എടുക്കും ഇത് സോൾവ് ചെയ്യാൻ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടി വർക്ക് ചെയ്യും, ഒബ്സർവേഷൻ, കോൺസെൻട്രേഷൻ ഒക്കെ കൂടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അടുത്ത വേണ്ടപ്പെട്ടൊരു സാധനം വന്നത്. ഡേം ടോക്കിൻ്റെ ഹൈഡ്രാ ഫേഷ്യൽ കിറ്റ്. ഇത് 727 രൂപ എടുത്ത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ്. ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് ഡെലിവറി ആയിരുന്നു കേട്ടോ. 720 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് ഡെലിവറി ചാർജും മാറും. അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ട് ആവി കൊണ്ട് നമ്മുടെ ഫേസിൻ്റെ പോസ് ഒക്കെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായ ഗ്ലോ ബൂസ്റ്റിംഗ് എക്സ്ഫോലിയേറ്റർ നമ്മുടെ ഫേസ് മൊത്തം ഒരു 2-3 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ആ ഏരിയ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ അത് കഴുകിയിട്ട് ടവൽ വെച്ച് തുടച്ച് മുഖം നല്ല ഡ്രൈ ആക്കുക. അതിനുശേഷം വീണ്ടും 5 മിനിറ്റ് ആവി പിടിക്കുക. നമ്മുടെ പോസിനെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് റെഡി ആക്കാനായിട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാൻ, അതുവഴി സ്കിന്നിനെ കുറച്ചും കൂടി കൂടുതൽ ഹെൽത്തി, ഗ്ലോ ആൻഡ് ഫ്രഷ് ആക്കി ഇരുത്താൻ. ഇത് ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകി മുഖം ഡ്രൈ ആക്കിയിട്ട് വേണം തേർഡ് സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാൻ. തേർഡ് സ്റ്റെപ്പ് എന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ സ്കിൻ ഹൈഡ്രേറ്റ് ആൻഡ് നറിഷ് ചെയ്യാനായിട്ട്. ഇതും സർക്കുലർ മോഷനിൽ ഫേസ് മൊത്തം മസാജ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഡ്രൈ ആൻഡ് റഫ് ആയിട്ടുള്ള പോർഷനിൽ ഫോക്കസ് ചെയ്യും. ഒരു 4-5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മസാജ് ചെയ്യുന്ന ശേഷം ഐസ് ക്യൂബ് വെച്ച് സർക്കുലർ മോഷനിൽ ഫേസ് മൊത്തം ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് അതൊന്ന് ഉണക്കുക. എന്നിട്ട് വേണം ഫോർത്ത് സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് ഹൈഡ്രാ സീലിംഗ് പ്രോ ബൂസ്റ്റർ ആണ്. ഒരു 2-3 മിനിറ്റ് നല്ല രീതിയിൽ ഫേസ് മൊത്തം മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിന്റെ പോർഷൻ മാത്രം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നല്ല ഡീപ്പായിട്ട് സ്കിന്നിന്റെ ലെയേഴ്സിലേക്ക് ഇറങ്ങാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ ഹൈഡ്രാ ഫേഷ്യൽ കിറ്റിലെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതിലെ ഫേമിംഗ് റബ്ബർ മാസ്ക് എസെൻസും അതിന്റെ തന്നെ പൗഡറും കറക്റ്റ് റേഷ്യോയിലെടുത്ത് മിക്സ് ചെയ്യുക. അതായത് ഒരുപാട് ജ്യൂസി ആയി പോകരുത്. ആ ഒരു കുറുകുറുന്നിരിക്കും. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ നിർത്തി ബ്രഷ് ഒക്കെ വെച്ച് അപ്ലൈ ചെയ്ത് നോക്കി. അത് കറക്റ്റ് അല്ല. നമുക്ക് നമ്മുടെ കൈ തന്നെ നല്ലതെന്ന് പറഞ്ഞാൽ കൈ വെച്ച് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് ഇരിക്കണം. ഇതിന്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ വഴി ഈ പ്രൊഡക്റ്റ് മാക്സിമം നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും. അതുകൊണ്ട് ഇത് ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിന്നിനെ കാമാക്കാനും ഹെൽപ്പ് ചെയ്യും. സംഭവം ഉണങ്ങി കഴിയുമ്പോൾ നോർമലായിട്ട് അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. ഞാനൊരു രസത്തിന് ഇവിടെ ചുരണ്ടിയൊക്കെ കളഞ്ഞത് എന്തായാലും അടിപൊളി തന്നെയാണ്. നമ്മൾ പാർലറിൽ ഇപ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് അവരുടെ സമയത്തിനും സൗകര്യത്തിനൊക്കെ ഫേഷ്യൽ ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. 720 രൂപ കൊടുത്ത് ഈ സാധനം വാങ്ങി നമ്മുടെ വീട്ടിലിരുന്ന് ഫേഷ്യൽ ചെയ്യുന്നത്. സോ വേണ്ടവർക്ക് പർപ്പിൾ ആപ്പിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. വിത്തിൻ 24 hours ഒക്കെ കിട്ടും. എറണാകുളമൊക്കെ ആണെങ്കിൽ കേട്ടോ. എനിക്ക് ഇതിനൊരു ഭാഗ്യം കിട്ടിയത് ബ്രാൻഡ് എനിക്ക് തരാൻ ഉദ്ദേശിച്ചൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആ പൈസ എനിക്ക് റീഫണ്ട് ചെയ്തു തന്നു. എന്താണെങ്കിലും സീരീസിന് കുറച്ച് ലുക്കൊന്ന് മാറ്റി പിടിക്കണമെന്ന് കമൻസ് കണ്ടുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുട്ടി ഷോപ്പിങ്ങിനായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടോ.